അങ്ങനെ നമ്മളിത് എയർപോർട്ട് എത്തി. ഇത്രയും നേരമുള്ള സന്തോഷം മുഴുവൻ എയറിലായി. ആരുടെ കണ്ണ് എയർ കിട്ടിയതാണെന്ന് പോലും അറിയില്ല. ഇവിടെ എത്തി. നമ്മുടെ ഏറ്റവും വലിയ ലഗേജ് വന്നില്ല. നമ്മുടെ മാത്രമല്ല, വേറെ 3-4 പേര് നമ്മുടെ ഉണ്ടെന്ന്, അവരുടെയൊക്കെ വന്നിട്ടില്ല. നമ്മൾ പോയി ചോദിച്ചപ്പോൾ വളരെ കാഷ്വലായിട്ട് ഈ പ്രമുഖ ബ്രാൻഡായ ഇൻഡിഗോ പറഞ്ഞു ഫ്ലൈറ്റിൽ ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് അവർ നൈസായിട്ട് അങ്ങ് മാറ്റിയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ അവരോട് ചോദിച്ചു എന്താ. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് അവർ 5-6 പേരുടെ മാറ്റി. അപ്പം നമ്മളോട് ചോദിക്കാതെ നമ്മളെ ഇൻഫോം പോലും ചെയ്യാതെയാണോ മാറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർ പൊട്ടം കളിക്കുക. അവർ പറഞ്ഞു നിങ്ങൾ ഇൻഫോം ചെയ്തില്ലേ? അയ്യോ. വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പോകുന്നൊരു യാത്ര, അത് ഒരു ഏറ്റവും വേസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുവാണെങ്കിലുള്ള നമ്മുടെ ആ ഒരു മനപ്രയാസം എത്രത്തോളം ആയിരിക്കും അല്ലേ. ഇന്ന് നമ്മൾ അതേപോലെ ഒരു യാത്രയെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വേറെ ആരുടെയും യാത്രയല്ല, സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് കുഞ്ഞും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് മാലിദ്വീപിലോട്ട് പോയ നമ്മുടെ ദിയ കൃഷ്ണയുടെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം അവർക്ക് വന്ന 1-2 കമന്റ്സിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ദിയ കൃഷ്ണയുടെ ആ ഒരു വീഡിയോ കണ്ടു കാണുമായിരിക്കും അല്ലേ. ഏകദേശം 4 ലക്ഷം 5 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആഗ്രഹമാണ് എയറോപ്ലെയിനിൽ കയറുക എന്നുള്ളത്. അതിൽ നിങ്ങളിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എനിക്ക് കയറാനായിട്ട് ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ അത് സാധിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടൊന്നും ഞാനില്ല. അപ്പം നിങ്ങൾ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇൻഡിഗോ എയർലൈൻസിൽ കയറിയിട്ടുണ്ടോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയണേ കമന്റ് ബോക്സിൽ. കാരണം ഈ ഒരു കാര്യം ദിയ കൃഷ്ണ അവരുടെ ബ്ലോഗിൽ ഷെയർ ചെയ്ത സമയത്ത് അവർ ട്രാവൽ ചെയ്യുന്നത് തന്നെ ഒരു വ്ളോഗ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവരത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര്, ഒരു 10-30 പേരിൽ മേളിൽ ആൾക്കാർ ഇൻഡിഗോ എയർലൈൻസിൽ നിന്ന് അവർക്കും ഇതുപോലെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ഇതേ സെയിം അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിലൊരു കമന്റിൽ അവർ പറയുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിലോട്ട് പോകുന്ന സമയത്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത്. ഇതേപോലെ സെയിം ആയിട്ട് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായതെന്ന്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പൊ ദിയ കൃഷ്ണയ്ക്കൊക്കെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ അവർ തിരുവനന്തപുരം എയർപോർട്ടിൽ ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇൻഡിഗോ എയർലൈൻസിൽ അവർക്ക് കയറാനായിട്ട് പറ്റിയത്. ആ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് പോലും എയർലൈൻസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരും വന്നിട്ട് ഫ്ലൈറ്റിന് ഓവർ വെയിറ്റ് ആയതുകൊണ്ട് ആ പെട്ടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിൽ നിങ്ങളുടെ പെട്ടി വരത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്യാവശ്യം കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ അവർക്ക് എടുത്ത് മാറാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് വേറെ ഫ്ലൈറ്റിൽ അവർക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതൊന്നും ഇവർ പറഞ്ഞില്ല. അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ്, നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടു കാണും ദിയ കൃഷ്ണ പറയുന്ന കാര്യങ്ങൾ, അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്തു. പക്ഷെ നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഒപ്പം എത്തിയിട്ടില്ല, അതിപ്പോഴും തിരുവനന്തപുരം എയർപോർട്ടിൽ തന്നെയാണ് എന്നവർക്ക് മനസ്സിലായത്. അപ്പം ഒരു കുഞ്ഞുമായിട്ട് പോകുന്നവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം. കാരണം എനിക്ക് 3 കുട്ടികളുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓരോന്ന് പോലും മിസ് ചെയ്യാതെ നമ്മളതെല്ലാം എടുത്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ദിയയും ചെയ്തിട്ടുള്ളത്. ഒരു കുഞ്ഞ് ഇട്ട ആ ഡ്രസ്സ് കൊണ്ട് തന്നെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കും. അപ്പോഴത്തേനും അതുപോലെ ഈ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുമ്പോഴാണെങ്കിലും ഒരല്പം ദേഹത്ത് വീണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സൈസ് സ്മെല്ലാണ്. അപ്പം ഇത് നമ്മൾ ഇടയ്ക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത്യാവശ്യം ഡൈപ്പേഴ്സ് മാത്രമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. കാരണം കുഞ്ഞിനെ മാറ്റണമെങ്കിലോ എന്ന് ഓർത്ത് അത് കയ്യിൽ വെച്ചിരുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ ഡൈപ്പേഴ്സ് മാത്രമേ അവർക്ക് കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരാണെങ്കിലും മോർണിംഗ് തൊട്ടേ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സാണ്, ഇവർക്ക് അതൊന്നും മാറാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അപ്പം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾക്ക് മാലിദ്വീപ്സിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഒരു പ്ലാൻ, ഒരു ടീം ഉണ്ടായിരിക്കും, ഇവരെ കൊണ്ടുപോകാൻ ഒരു ടീം ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവരുടെ ടിക്കറ്റും കാര്യങ്ങളും, സ്റ്റേ ചെയ്യേണ്ട സ്ഥലങ്ങൾ, പോകേണ്ട സ്ഥലങ്ങളെല്ലാം അവരായിരിക്കും തീരുമാനിക്കുന്നത്. ആ രീതിയിലായിരിക്കും ഇവർ പോയിട്ടുണ്ടായിരിക്കുക. കാരണം 3 വർഷം മുമ്പ് ദിയ കൃഷ്ണയും ഹസ്ബൻഡായിരിക്കുന്ന അശ്വിനും കൂടെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോയി. അവളുടെ ബർത്ത്ഡേ ആണ്, ദിയ കൃഷ്ണയുടെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം. അന്നേരം പോയി അവിടെ ആഘോഷിക്കാം എന്ന് കരുതിയാണ് ഇവർ പോയത്. അതുപോലെ തന്നെ ദിയ കൃഷ്ണ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പോയിട്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പം ആ ഉള്ള സന്തോഷം മൊത്തം പോവുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരവസ്ഥയാണല്ലേ. അതിൽ ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ കമന്റ് കണ്ടു എന്നുള്ളത്. അതായത് ഒരുപാട് പേര് അവർക്ക് ഇതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞു. അതായത് ബാഗ് നഷ്ടപ്പെട്ട് അത് നാട്ടിലും അവർ പോകേണ്ടതായ സ്ഥലം ഏതാണോ അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവരുടെ ലഗേജും കാര്യങ്ങളും നാട്ടിലാണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഫ്ലൈറ്റിലും ഒരു ബാഡ് എക്സ്പീരിയൻസും ഗുഡ് എക്സ്പീരിയൻസും എല്ലാം കാണുമായിരിക്കും. പക്ഷേ ഇൻഡിഗോ എന്ന ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് പേർക്കാണ്, ഒരാൾക്ക് മാത്രമല്ല. അപ്പം ഇത് നോർമലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം അവർ പറയുന്നത് സ്വിറ്റ്സർലാൻഡിലോട്ട് അവർ പോകുന്ന സമയത്തായിരുന്നു തൻ്റെ പെട്ടികളും കാര്യങ്ങളും എല്ലാം നാട്ടിലായി പോവുകയൊക്കെ ചെയ്തു. അപ്പം അവിടെ ഉള്ളവരോട് ഇംഗ്ലീഷിൽ ആരും അവർ
സംസാരിക്കത്തില്ല. അപ്പോൾ ഭാഷയും വേറെ ആയതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് അവരുടെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലി എത്ര ഹൈപ്പിലുള്ള ഫാമിലിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ഹൻസികയുടെ വീഡിയോസ് ചെയ്തതിനെ തുടർന്ന് മിക്ക ആൾക്കാർക്കും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ലീഗലായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എല്ലാ രീതിയിലും പിടിപാടും കാര്യങ്ങളും ഉള്ള ഒരു ആളാണ് കൃഷ്ണകുമാർ. അപ്പം കൃഷ്ണകുമാറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ നോർമലി പുള്ളി എന്ന് എയർപോർട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അത് ദിയകൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട്. എയർപോർട്ടിൽ എൻ്റെ ഡാഡി പോയി ചോദിച്ചപ്പം, കൃഷ്ണകുമാർ സാർ പോയി ചോദിച്ചപ്പം ഇങ്ങനെ കുഞ്ഞു കുട്ടികളുള്ളവരെ അവർ ബുദ്ധിമുട്ടിക്കാറില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുഞ്ഞുകുട്ടികളില്ലാത്തവരെ ബുദ്ധിമുട്ടിക്കും എന്നാണ് അർത്ഥം. ഇവരെ ഇത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഒരു ഫ്ലൈറ്റിൽ ഇത്ര വെയിറ്റേ പാടുള്ളൂ എന്നുണ്ടല്ലോ, ആ ഒരു വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് ഈ ലഗേജ് ഇങ്ങനെ വന്നത്. പണ്ട് രേണുസുതിയൊക്കെ വിദേശത്ത് പോയിട്ട് വന്ന സമയത്ത് ലഗേജ് കൊണ്ടുവരാൻ പറ്റാതായി എന്ന് പറഞ്ഞു. ഇനി ഇതേപോലെ വല്ല കാരണങ്ങൾ കൊണ്ടാണോ പറ്റാതായെന്ന് അറിയത്തില്ല. ലാസ്റ്റ് ദിയകൃഷ്ണയും അശ്വിനും ഓമിയും അടങ്ങിയ അവരുടെ ആ ഒരു ഫാമിലി അവിടെ ചെന്ന് ഇങ്ങനെ പെട്ടിരിക്കുന്ന സമയത്ത് അവരുടെ സ്റ്റാഫുകൾ പറയാണ്, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ബില്ല് ഇവിടെ തന്നാൽ മതി, അത് ഇവർ പേ ചെയ്തോളാം എന്നുള്ളത് പറയുന്നുണ്ട്. മറ്റ് എയർലൈൻസിനെ അപേക്ഷിച്ച് ഇൻഡിഗോയിലെ ബജറ്റ്, അതായത് വലിയൊരു തുകയാവുന്നില്ല ഇവരുടെ ഫ്ലൈയിങ് ചാർജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇൻഡിഗോ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പം കുറച്ച് എക്സ്പെൻസീവ് ആയാലും മറ്റ് ഫ്ലൈറ്റുകളാണ് ആൾക്കാർ ഇപ്പോൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് എന്ന് ഈ കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. വേറൊരു ഫ്ലൈറ്റിൽ വേറൊരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു സ്ട്രോബെറി ഓമിക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. സ്ട്രോബെറി ഓമിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഒരു വ്ളോഗിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ വീഡിയോസ് എപ്പോഴും കാണാറില്ല, വല്ലപ്പോഴും ഒന്ന് കാണുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പം സ്ട്രോബെറി ഒരെണ്ണം തരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ബൗൾ നിറയെ സ്ട്രോബെറി കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവർക്ക് ഫുഡ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ കിട്ടിയ സമയത്ത് ഇവർക്ക് കാഷ്നട്ടും അതുപോലെ തന്നെ ബദാം മിൽക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ദാഹിച്ചിരുന്നത് കൊണ്ട് ദിയകൃഷ്ണ അത് കുടിച്ചു. കുറച്ച് ഓമിക്കും കൊടുത്തു. പക്ഷേ ഓമിക്ക് അത് തികഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു അല്പം കൂടെ തരുമോയെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും കാഷ്നട്ട് വാങ്ങിച്ചാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ പോലും ഇവർ ഇത് തന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം കമൻറ്റ് ബോക്സിൽ 1-2 പേര് കണ്ടു, ഓമി നിങ്ങൾക്ക് വലുതായിരിക്കും, ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും നിങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് ഒരു, അതായത് അവർക്കൊരു ജ്വല്ലറി ഉണ്ടല്ലോ, ഗോൾഡിൻ്റെ അല്ല അല്ലാത്ത ജ്വല്ലറി, അപ്പം അവിടുന്ന് ഒരു ഓർണമെൻറ്റ്സ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻറ്റ്സ് കണ്ടു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് പൈസ ചിലവാക്കാനായിട്ട് ഇപ്പോൾ ദിയയ്ക്ക് പൈസ ഒരുപാട് കിട്ടിക്കഴിയുമ്പോഴത്തേനും പൈസ ചിലവാക്കാൻ ദിയയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബദാം മിൽക്ക് അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ കണ്ടു. ഞാനിപ്പം ഇൻബോക്സിലെ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അതോടെ പറഞ്ഞതേ ഉള്ളൂ. അവിടെ അവർ ചെല്ലും വരെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അതുപോലെ അവിടെ അവർ ചെന്ന് കഴിഞ്ഞിട്ടും അവർ 3 വർഷം മുമ്പ് അവിടെ വന്ന ആ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ചെന്ന് ഇറങ്ങിയ എയർപോർട്ടും 3 വർഷം മുമ്പത്തെ എയർപോർട്ടും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ പുതിയതാക്കി നല്ലൊരു ക്ലാസ്സിൽ ലുക്കായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദിയ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ലഗേജ് കാണുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായതും ആ ഒരു വ്ളോഗിൻ്റെ ആ ഒരു താളം തെറ്റി പിന്നീട് ഇച്ചിരി ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലോട്ടൊക്കെ ആയിപ്പോയത്. അതുപോലെ തന്നെ സാധാരണ അമ്മമാർ ആദ്യമേ മക്കളുടെ വിശപ്പടക്കം വന്നിട്ട് നമ്മളത് കഴിക്കത്തുള്ളൂ. ദിയ ആദ്യം ദാഹിച്ചിട്ട് അത് മൊത്തം എടുത്ത് കുടിച്ചിട്ട് പിന്നെ കുഞ്ഞിന് ചോദിച്ചു എന്നുള്ള രീതിയിൽ പിന്നെ പൈസ ചിലവാക്കാൻ ദിയയ്ക്കും ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ആ പെട്ടി നഷ്ടപ്പെട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയി ഒരിക്കലും എൻജോയ്മെൻറ്റ് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായി പോകും. ഇപ്പം നമ്മൾ തന്നെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് എടുത്തു വെച്ചു. കുഞ്ഞിന് ആണെങ്കിൽ വേണ്ട ഡൈപ്പേഴ്സ്, കാര്യങ്ങൾ, ഡ്രസ്സുകൾ, മിൽക്ക് ബോട്ടിൽ എല്ലാം എടുത്തു വെച്ചു. ലാസ്റ്റ് നമ്മളത് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധനം കയ്യിൽ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഉള്ളൊരിതില്ലേ, അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഇതാണ്. ദിയകൃഷ്ണ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് പറയുന്നവർക്ക് എന്തും പറയാം. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് അതിൽ ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേനും, ആ ഒരു വ്ളോഗിൻ്റെ ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേനും ഇവരെ ഒരു ഗൈഡ് പോലെ ഒരാൾ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അന്നേരത്തേനും അയാളോട് സംസാരിക്കുമ്പോൾ ദിയകൃഷ്ണ പറയുന്നുണ്ട്, 3 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാനൊരു ചരക്കായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, നമുക്ക് കൃഷ്ണകുമാറിനെ ഫാമിലിയെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒക്കെ കൂടെ പോലും ഇരുന്ന് ഫുഡ് കഴിക്കുകയും അതുപോലെ തന്നെ അവരോടൊക്കെ നന്നായിട്ട് പെരുമാറാൻ. ഇപ്പം ദിയകൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ നമ്മുടെ ഗവർണറുടെ കൂടെ പോയിരുന്ന് ഫുഡ് കഴിക്കുകയോ അങ്ങനെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവർക്ക് അത്രയും പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തെങ്കിലും ചെയ്തെങ്കിലേ ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇൻഡിഗോ ഫ്ലൈറ്റിൽ പലർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ സ്ഥിതിക്ക് ഇവർ ഇതിനെ റിയാക്ട് ചെയ്യുകയും കംപ്ലൈൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നോർമലി പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ഇത് ഹെൽപ്ഫുൾ ആകും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഹൈപ്പ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.